എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ്.ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴവും ബ്രെഡും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതവിടെ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കും. അപ്പം ഞാൻ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നേന്ത്രപ്പഴം നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴം ഒന്ന് 4ആയിട്ട് കീറിയ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലെ ഒന്ന് അടുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറു തീയിൽ വെച്ച് അതിനെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ 2 സൈഡും ഒന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അധികം കരിഞ്ഞു പോകാൻ പാടില്ല. എങ്കിലും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഴം മധുരം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു തേങ്ങയും പഞ്ചസാരയും ഈ പഴവും മാത്രമേ ഒന്ന് വാട്ടിയെടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് അളവിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് ഇതുപോലെ ഒന്ന് അടുക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആ ഒരു പാനിൽ എല്ലായിടത്തും നിറച്ചൊന്ന് അടുക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പലഹാരമാണ്. അപ്പോൾ ഞാൻ അതവിടെ ബ്രെഡെല്ലാം അടുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ആ പഴം മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ പഴമെല്ലാം ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആ ഒരു എല്ലാ ഭാഗത്തും ഒന്ന് നിൽക്കാൻ കണക്കിനാണ് നമുക്കിത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ്. ഇനി എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആ ബ്രെഡിൻ്റെ പഴമൊക്കെ ഒന്ന് മൂടി നിൽക്കണം കേട്ടോ. ആ ഒരു ഇതിലാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ആ മുന്തിരി ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ മുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ആവിയിലൊന്ന് 20-25 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഇതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു തവി ഉപയോഗിച്ച് ഇത് ഇളക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോ കാണണേ. ലൈക്ക് ചെയ്ത ശേഷം എല്ലാവരും ഒന്ന് വീഡിയോ കാണണേ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നേന്ത്രപ്പഴവും ബ്രെഡും കൊണ്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ്.ടി കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.